Hello dear students, welcome to HUPOTS. മക്കളെ ഇന്നത്തെ നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷൻ SQL ആണ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. നമുക്ക് രണ്ട് മൂന്ന് പ്രോഗ്രാംസ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റുഡന്റിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് അല്ലെ, എല്ലാവർക്കും അറിയുന്ന, നിങ്ങളുടെ റെക്കോർഡിൽ എഴുതിയതായിരിക്കും. സ്റ്റുഡന്റ് എന്നുള്ള അല്ലെ SQL എന്നുള്ള പ്രോഗ്രാം നിങ്ങളുടെ റെക്കോർഡിൽ എഴുതിയിട്ടുണ്ട്, അത് സ്റ്റുഡന്റ് തന്നെ ആയിരിക്കും. രണ്ടാമത്തെ പ്രോഗ്രാം എംപ്ലോയിന്റെ ഒരു പ്രോഗ്രാം നമുക്ക് സെറ്റ് ചെയ്യാം. തേർഡ് വൺ ഈസ് സ്റ്റോക്ക്, ചെയ്ത് നോക്കാം അല്ലെ. ദെൻ ബുക്ക്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ? SQL ഓപ്പൺ ചെയ്യാം. SQL ജസ്റ്റ് പാസ്വേഡ് ജസ്റ്റ് റൂട്ട് എന്നുള്ള ഒരു കമാൻഡ് കൊടുത്തു, SQL ഓപ്പൺ ആയി. SQL ഓപ്പൺ ചെയ്താൽ ഇനി ഫസ്റ്റ് ചെയ്യേണ്ട ടാസ്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഉള്ള ഡാറ്റാബേസ് ആണെങ്കിൽ ഷോ ഡാറ്റാബേസസ് എന്ന് കൊടുത്താൽ മതി. അതിലുള്ള ഏതെങ്കിലും ഒരു ഡാറ്റാബേസിന്റെ നെയിം യൂസ് ഡാറ്റാബേസ് എന്ന് കൊടുത്താൽ, അല്ലെങ്കിൽ യൂസ് ആ നെയിം കൊടുത്താൽ നിങ്ങൾ ഡാറ്റാബേസ് ചേഞ്ച് ചെയ്യും. അതല്ല എങ്കിൽ പുതുതായിട്ട് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഒരു പുതുതായിട്ട് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതാ, ക്രിയേറ്റ് ഡാറ്റാബേസ്. നമുക്ക് SQL ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ SQL 17 അല്ലെങ്കിൽ SQL എന്തെങ്കിലും നെയിം കൊടുക്കാം. SQL 17 എന്ന് കൊടുത്തു. SQL 17 എന്നുള്ള ഡാറ്റാബേസ് ക്രിയേറ്റ് ആയി. SQL 17 എന്നുള്ള ഡാറ്റാബേസിന്റെ ഉള്ളിലേക്ക് എനിക്ക് കയറണം. സോ യൂസ് SQL 17 ടാസ്ക് കഴിഞ്ഞു. അപ്പൊ ഡാറ്റാബേസ് ചേഞ്ച് നോക്കണേ, ഡാറ്റാബേസ് ചേഞ്ച്. ഇനി ചെയ്യേണ്ടത് ടാബിൾ ക്രിയേറ്റ് ചെയ്യണം. ടാബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ വേണം? നമ്മുടെ ടാബിൾ ഒന്ന് എടുത്ത് നോക്കാം. സ്റ്റുഡന്റ് ടാബിളാണ് വേണ്ടത്. സ്റ്റുഡന്റ് ടാബിൾ എന്തൊക്കെ വേണം? ക്രിയേറ്റ് എ ടാബിൾ സ്റ്റുഡന്റ് വിത്ത് ദ ഫോളോയിങ് എലമെന്റ്സ്. റോൾ നമ്പർ വേണം, നെയിം വേണം, ബാച്ച് വേണം, M1 M2 M3 ടോട്ടൽ വേണം. ഉണ്ടാക്കി നോക്കാം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നോക്കടാ. സിമ്പിൾ, ക്രിയേറ്റ് ടാബിളാണ്, ടാബിൾ സ്റ്റുഡന്റ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. എന്തും ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്തായാലും അല്ലെ, ഞാൻ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യുന്ന രീതിയിലായിരിക്കും എൻ്റെ ഈ വീഡിയോ കണ്ടാൽ നല്ല രീതിയിൽ ഉപകാരപ്പെടും. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യട്ടെ. സോ ക്രിയേറ്റ് എ ടാബിൾ സ്റ്റുഡന്റ്. എന്ത് വേണം? റോൾ നമ്പർ വേണം. ശ്രദ്ധിക്കണേ, റോൾ നമ്പർ. നിങ്ങൾക്ക് സ്പേസ് ഇടാം, ഒരു വർക്ക് ചെയ്യില്ല കേട്ടോ. ശ്രദ്ധിക്കണേ, ഒരൊറ്റ വേർഡായിട്ട് വേണം. റോൾ നമ്പർ ഇഞ്ചാണ്, പ്രൈമറി കീ എഴുതുമ്പോൾ സ്പേസ് ഉണ്ട്, പ്രൈമറി കീ. ദെൻ റോൾ നമ്പർ കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ടാസ്ക് എന്താ? നെയിമാണ്. നെയിം വാർചാർ ഓഫ് അല്ലെങ്കിൽ വാർകാർ ഓഫ് 25. ഇനി എന്താ വേണ്ടത്? നെയിം കഴിഞ്ഞാൽ ബാച്ച് ആണ്. ബാച്ച് എന്താ വേണം? വാർകാർ ഓഫ് 25. ഇനിയോ വേണ്ടത് മാർക്ക് 1 ആണ്. ടൈപ്പ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ M1 എന്ന് മാത്രം ഇട്ടാണ്. M1 ഇൻഡിജർ ആണ്, M2 ഇൻഡിജർ ആണ്, M3 ഇൻഡിജർ ആണ്. നേരെ ടൈപ്പ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ടോട്ടൽ ഇൻഡിജർ ആണ്. കംപ്ലീറ്റ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, ഒരു സെമിക്കോളം പ്ലേസ് ചെയ്യാം. ടാസ്ക് ക്വറി ഈസ് ഓക്കെ. ക്വറി ഓക്കെ. നമുക്ക് ടേബിൾ ഒന്ന് വ്യൂ ചെയ്യണം. വ്യൂ ചെയ്യണമെങ്കിൽ ഡെസ്ക് എന്നുള്ള കമന്റ്, ഡിസ്ക്രൈബ് ടേബിളിന്റെ നെയിം സ്റ്റുഡന്റ്. ടേബിളായി, സെറ്റ് അല്ലേ. ഇനി എന്താ? ഇതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ടൈപ്പ് വാല്യൂസ് വേണമെന്നുള്ള അറിയെങ്കിൽ ഒന്ന് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ? മാർക്ക് 1 മാർക്ക് 2 മാർക്ക് 3 മാത്രമേ ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ, എക്സെപ്റ്റ് ടോട്ടൽ ആണ്. ഓക്കെ, കൊടുക്കുന്നില്ല. ലിസ്റ്റ് സ്റ്റുഡൻസ് ഓഫ് കൊമേഴ്സ് ബാച്ച്. അപ്പൊ ബാച്ചുകളിൽ കൊമേഴ്സ് വേണം, അതർവൈസ് ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാച്ചിനെ കൊമേഴ്സിൽ ഇടാം. എന്നാ പിടിച്ചോ. ഇൻസേർട്ട് എന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്. ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്. വാല്യൂസ് എന്നുള്ള കമന്റ് കൊടുക്കാം. വാല്യൂസ് നേരെ എഴുതാം. വാല്യൂസ് ഏതാ? 1. ഒരു കുട്ടിയുടെ പേര് 1 ആണ്. ദെൻ സോറി, റോൾ നമ്പർ 1 ആണ്. നെയിം എന്താ? ഒരു എന്ന് കൊടുക്കാം, വിവാദമില്ലാത്ത പേര്. കൊമേഴ്സ് ആരനാണ് എന്നാ പിടിച്ചോ, അല്ലെങ്കിൽ ആദ്യം സയൻസ് ആരനായിക്കോട്ടെ. നമ്മളിതാ സയൻസ്. കുട്ടിയുടെ മാർക്ക് ഒരു 23, 34, ഒരു 45 പോരാ. നൾ. യെസ്. ഈ നള്ള് കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ? യെസ്, 45 കൊടുത്തിട്ട് സെമിക്കോളൻ. യെസ്, ഇറർ വന്നു. എന്താ ഇറർ സംഭവിച്ചേ? എന്ത് ഇററാ വന്നത്? ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. യെസ്, എന്ത് ഇററാ സംഭവിച്ചടാ? നമ്മുടെ കോളത്തിൽ റോകൾ ഒന്ന് എണ്ണി നോക്കാം അല്ലെ. നമ്മുടെ റോൾ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക് 1 മാർക്ക് 2 മാർക്ക് 3 ടോട്ടൽ 7 വാല്യൂസ് വേണം. അവിടെ ഞാൻ 6 വാല്യൂസ് അല്ലേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ ഇറർ വന്നത്. അപ്പൊ നമുക്ക് അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാം? ഇവിടെ ഒരു നള്ളെന്ന് കൊടുത്താൽ മതി അല്ലെ. യെസ്, ക്വറീസ് ഓക്കെ അല്ലെ. എന്തോ ഇറർ ഉണ്ട് അല്ലെ. യെസ്, അതൊന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. എന്താ ചെയ്യാം? യെസ് ഇൻസേർട്ട് ഇൻടു എന്നാണ്, എന്നാണ് ഞാൻ എഴുതിയത്. സോ ഇൻടു എന്നുള്ള ഇവിടെ കമന്റ് കൊടുക്കാം. ഇൻടു വാല്യൂസ്, ക്വറീസ് ഓക്കെ. വീണ്ടും നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്യണം. സോ വാല്യൂസ് എൻ്റർ ചെയ്യണമെങ്കിൽ 1 കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് 2 കൊടുക്കാം. ഇവിടെ ബി അല്ലെ. കുട്ടി സയൻസ് തന്നെയാണെങ്കിൽ സയൻസ് 33 മാർക്ക് ഒന്ന് കൊടുക്കാം. 14
55. യെസ്, അടുത്ത കുറി ഓക്കെ. ഇപ്പം 2 വാല്യൂസ് ആയി. ദെൻ മൂന്നാമത്തെ വാല്യൂസ് എന്താ, ഇവിടെ 3 എന്ന് പ്ലേസ് ചെയ്യാം. ഇവിടെ 3. കുട്ടിയുടെ നെയിം എന്താ ചെയ്യാം, സി. കൊമേഴ്സ് ആക്കാം, 2 കൊമേഴ്സ് അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസും ഒരു കൊമേഴ്സ്. എവിടെ കൊമേഴ്സ്. കൊമേഴ്സ് ആറിൻ്റെ മാർക്ക് 23. എന്തെങ്കിലും ഒരു മാർക്ക് കിട്ടോ, 44, 25. യെസ്, നെക്സ്റ്റ് അപ്പേരോ അടിച്ചാൽ മതി കേട്ടോ. അപ്പേരോ അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് എൻ്റർ ഇതെല്ലാം കംപ്ലീറ്റ് കിട്ടാം. സോ ഡി, കുട്ടിയുടെ നെയിം ഡി ആണ്, കൊമേഴ്സ് ആണ്. 13 മാർക്ക് ഒരു 24, 20. യെസ്, എന്തെങ്കിലും ഒരു വാല്യൂസ് കൊടുത്തല്ലേ. യെസ് യെസ് യെസ്. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റുഡൻറ് ആരാ, വാല്യൂസ് ഒരു 5 കൊടുക്കാം. 5. കുട്ടിയുടെ പേര് ഇ. സോറി. യെസ്, ഇ. കുട്ടീനെ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സയൻസ് തന്നെ ആക്കാം, സയൻസ്. അങ്ങനെ എത്രയും വാല്യൂസ് എൻ്റർ ചെയ്യാം കേട്ടോ. ഒരു നല്ല മാർക്കുള്ള കുട്ടി 44, ഒരു 54, ഒരു 70 അല്ലെങ്കിൽ 50 അല്ല. ഓക്കെ, ഇങ്ങനെ വാല്യൂസ് കൊടുത്തു. അപ്പൊ ഈ കൊടുത്ത വാല്യൂസ് കംപ്ലീറ്റ് വിസിബിൾ നമുക്ക് വ്യൂ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന കമന്റ് ആണ് സെലക്ട് സ്റ്റാർ. കണ്ടോ, സ്റ്റാർ മീൻസ് ഓൾ ഡീറ്റെയിൽസ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്. യെസ്, ടാബ്ലീസ്. ഓക്കെ, അപ്പൊ റെഡി അല്ലടാ, സെറ്റ് അല്ലേ. ഇനിയാണ് നമ്മുടെ പോരാട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ക്വസ്റ്റ്യൻ നോക്കാം. എവിടെ എൻ്റെ ക്വസ്റ്റ്യൻ എന്നാ പിടിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്ഡേറ്റ് ദ കോളം ടോട്ടൽ വിത്ത് ദ സം ഓഫ് മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3. മാർക്ക് 1ഉം മാർക്ക് 2ഉം മാർക്ക് 3ഉം ആഡ് ചെയ്യണം. അപ്പം എന്ത് കമന്റാ, അപ്ഡേറ്റ് ചെയ്തുമ്പോൾ ശ്രദ്ധിക്കണേ. ഈ ക്രിസ്മസ് എക്സാമിന് വരെ വന്നതാ മാച്ച് ദ ഫോളോയിങ്ങിൽ. അപ്ഡേറ്റിന്റെ തൊട്ടപ്പുറത്ത് സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് സെറ്റാണ്. അപ്പൊ അപ്ഡേറ്റ് സ്റ്റുഡന്റിനെ അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെ, സെറ്റ് എന്തായിട്ടാ സെറ്റ് ചെയ്യേണ്ടത്, ടോട്ടൽ ഈക്വൽ ടു മാർക്ക് 1 പ്ലസ് മാർക്ക് 2 പ്ലസ്. ശ്രദ്ധിക്കണേ, ഞാൻ ടാബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ M1 M2 M3 ആയതുകൊണ്ടാണ്. ഇവിടെ M1ഉം M2 M3 ആയതുകൊണ്ടാണ് M1 M2. മാർക്ക് 1 ആണെങ്കിൽ നിങ്ങളും എഴുതണ്ടേ മാർക്ക് 1 തന്നെ ഫുൾ എഴുതണം കേട്ടോ. സോ മാർക്ക് 1 പ്ലസ് മാർക്ക് 2 M2 പ്ലസ് M3. യെസ്, 5 കുറി അല്ലെ. കുറി ഓക്കെ. 5 റോസ് എഫക്ട്, കാരണം 5 വാല്യൂസാണ് ഞാൻ എന്ത് ചെയ്ത്, ആ 5 റോക്കും അതിന്റെ റിസൾട്ട് അപ്ഡേറ്റ് സെറ്റ് ആയിട്ടുണ്ടതാ. നമുക്കൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയാലോ, അത് കിട്ടിയിട്ടുണ്ടോ. ദാ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് ദാ വന്നു. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ കൊമേഴ്സ് ബാച്ച്. കൊമേഴ്സ് ആറിനെ മാത്രം ലിസ്റ്റ് ചെയ്യണം. ലിസ്റ്റ് ചെയ്യാന്നുള്ള കമന്റ് എന്താ, സെലക്ട് എന്താടാ, സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്. കണ്ട, വേർ ബാച്ച് ഈക്വൽ ടു കൊമേഴ്സ്. അപ്പൊ ബാച്ച് കൊമേഴ്സ് ആറിനെ മാത്രം വിസിറ്റ് ചെയ്യണം. അതായത് സിയും ഡിയും മാത്രമേ വരാൻ പാടുള്ളൂ. സിയും ഡിയും മാത്രം വന്നു. ബി ക്വസ്റ്റ്യൻ ഈസ് ഓവർ. വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് ഒന്ന് നോക്കാം. ബി കഴിഞ്ഞാൽ തേർഡ് ക്വസ്റ്റ്യൻ എന്താ, ഡിസ്പ്ലേ ദ നെയിം ആൻഡ് ടോട്ടൽ മാർക്ക്. ഓൾ ഡീറ്റെയിൽസ് അല്ല, നെയിം ആൻഡ് ടോട്ടൽ മാർക്കാണ്. അന്നേരം നമ്മൾ എന്ത് കോറി ചെയ്താണ്ട് സെലക്ട് എന്ത് കോറി ചെയ്തണ്ടേ ഒന്ന് നോക്കാം. സെലക്ട് സ്റ്റാർ അല്ല, സ്റ്റാറിന് പകരം നെയിം കോമ. എവിടെ എൻ്റെ പെന്നെ, നെയിം കോമ ടോട്ടൽ ഫ്രം സ്റ്റുഡൻറ്. എന്ത് വേണം, ഹു ആർ ഫെയിൽഡ് അല്ലെ, ഫെയിൽ ആയവർ. ലെസ് ദാൻ 90 വേണം. ലെസ് ദാൻ 90 പറയുമ്പോൾ എങ്ങനെ വരിക, വേർ ടോട്ടൽ എന്താവണം, ലെസ് ദാൻ 90. എടാ മക്കളെ, ഒന്ന് ചെയ്യുന്നതിന് മുമ്പേ ലെസ് ദാൻ 90 ആരാള്, ആ 57 മാത്രമുള്ളത്. ഇതാ ഈ 57 മാത്രം അല്ലെ ടോട്ടൽ. അപ്പൊ ആരാ, കൊമേഴ്സ് ആറിന് തന്നെയാണ്. നമുക്ക് നോക്കി നോക്കാം. യെസ്, ഡി 57 ആണ്. കഴിഞ്ഞു മക്കളെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേ ദ നെയിം ഓഫ് സ്റ്റുഡന്റ് ഇൻ ആൽഫബറ്റിക് ഓർഡർ ആൻഡ് ഇൻ ബാച്ച് ബേസ്ഡ്. എന്താടാ, നെയിമും ബാച്ചും വേണം, ആൽഫബറ്റിക് ഓർഡറിലാണ്. പിടിച്ചോ, സെലക്ട് നെയിം കോമ ബാച്ച്. രണ്ടും വേണം. എവിടുന്നടാ, ഫ്രം സ്റ്റുഡൻറ്. എങ്ങനെ വേണം. ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ കൊടുത്താൽ എന്താ വരിക, ABCD അല്ലെ, ഓർഡറിലാണ്. സയൻസ്, കൊമേഴ്സ്, സയൻസ്, ആ രീതിയിലാണ്. എനിക്ക് വേണ്ടത് എന്താ, അസെൻഡിങ് ഓർഡറിൽ വേണം. അസെൻഡിങ് ഓർഡറിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓർഡർ ബൈ ആരെ ആദ്യം ബാച്ചിന് കൊടുക്കാം, ദെൻ നെയിം കൊടുക്കാം. ബാച്ച് കോമ നെയിം. യെസ്, നോക്കടാ, ആദ്യം ബാച്ച് അനുസരിച്ച് കൊമേഴ്സ് ആരെ വരും. കൊമേഴ്സിന്റെ ഉള്ളിൽ സിയും ഡിയും ഓർഡറിൽ വരും.
ദെൻ സയൻസ് ആണ്. ആ രീതിയിലാണ് വരിക. ഇതാണ് ആൻസർ. ചിലപ്പോൾ നിങ്ങളുടെ ചില സ്കൂളിൽ ഈ ക്വസ്റ്റ്യന് പകരം റോൾ നമ്പർ 3 ഡിലീറ്റ് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ അതുകൂടി അഡീഷണൽ ആയിട്ട് പഠിപ്പിക്കുകയാണ്. ഒരു ഡിലീഷൻ ആണ് എങ്കിൽ ഇപ്പൊ എനിക്ക് റോൾ നമ്പർ 3 ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യാനുള്ള കമന്റ് ആണ് ഡിലീറ്റ്. ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഒന്നുകൂടി ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതെനിക്ക് 3 ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യാനുള്ള കമന്റ് ആണ് ഡിലീറ്റ്. എവിടുന്ന് ഡിലീറ്റ് ചെയ്യാം? ഫ്രം സ്റ്റുഡൻറ്. കണ്ട, ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്. വേർ ആരായിരിക്കണം? റോൾ നമ്പർ ഈക്വൽ ടു എന്തായിരിക്കണം? 1 ആയിരിക്കണം. അല്ല 1 അല്ല 3. യെസ്, 3 പോയിട്ടുണ്ടാവും എന്നുള്ള ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടും സെലക്ട് സ്റ്റാർ കൊടുത്തു നോക്കാം. ശ്രദ്ധിക്കണ 1 2 4 5 ഇതോടുകൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെലക്ട് എന്ന സ്റ്റുഡൻറ് എന്നുള്ള ടാബിൾ പൂർണ്ണമായിട്ടും നമ്മൾ കംപ്ലീറ്റ്. ഇനി എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധം അപ്ഡേറ്റ് തൊട്ടു, സെലക്ട് സ്റ്റാർട്ട് ചെയ്തു, ഇൻസേർട്ട്, ക്രിയേറ്റ്, ഡിലീറ്റ് എല്ലാം ഞാൻ സെറ്റാക്കി. ആകെ 2 കമാൻഡ് കൂടെ ഉള്ളൂ. ഒന്ന് ഡ്രോപ്പാണ്. ടാബിൾ അപ്പാടെ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാനാണ്, എൻ്റെ സ്ട്രക്ചർ ഡാറ്റാബേസ് റിമൂവ് ചെയ്യാനാണ് ഡ്രോപ്പ് കമാൻഡ് ഉപയോഗിക്കുക. രണ്ടാമത്തെ ഒരു എലമെന്റ് ഉണ്ട്, ആൾട്ടർ ആണ്. ചേഞ്ചസ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർന്നില്ലേ, സെറ്റ് അല്ലടാ. ഇനി നമ്മൾ പോവാം മറ്റൊരു ക്വസ്റ്റ്യൻ. സ്റ്റുഡൻറ് കംപ്ലീറ്റ് ചെയ്താൽ നെക്സ്റ്റ് വൺ ഈസ് എംപ്ലോയി ടേബിൾ ആണ്. എംപ്ലോയി ടേബിൾ എന്താ ചെയ്യാം? ഒരു പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലെ? ഈ ക്വസ്റ്റ്യൻ വളരെ ഭംഗിയായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ഏതാ? എംപ്ലോയി ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ടേബിൾ ഏതാ? എംപ്ലോയി ടേബിൾ. ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി. എന്താ ചെയ്യേണ്ടത്? യെസ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എംപ്ലോയി കോഡാണ്. ഞാൻ EMP കോഡ് എന്ന് കൊടുത്തു. ഇൻറ്റീജർ ആണ്. പ്രൈമറി കീ. യെസ്, നെക്സ്റ്റ് വൺ ഈസ് നെയിം വേണം അല്ലെ? നെയിം വേണം. നെയിം ഏതാ? varchar of 20. നെക്സ്റ്റ് വൺ ഈസ് എന്താ വേണ്ടത്? ഉഷ്യ. നെയിം എന്നുള്ള സ്പെല്ലിംഗ് ഞാൻ മാറ്റിയിട്ടുണ്ട് അല്ലെ? നമുക്ക് ആ രീതിയിലാണ് ഞാൻ ഇപ്പൊ കൊടുത്തത്. നമുക്ക് എന്ത് ചെയ്യാം? ആ രീതിയിൽ തന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോട്ടെട്ടാ. യെസ്, then designation എന്താ വേണ്ടേ? ഡെസിഗ്നേഷൻ varchar ആണ്. varchar of 25 ആണ്. ഓക്കെ, ആയിക്കോട്ടെ. നെക്സ്റ്റ് വൺ ഏതാ? ഡിപ്പാർട്ട്മെന്റ് ഏതാ? varchar of 25. നെക്സ്റ്റ് വൺ ബേസിക് ആണ്. ബേസിക് സാലറി. ബേസിക് വേണം. ബേസിക് എങ്ങനെ വരുന്നത്? ഡെസിമൽ ആണ്. ഡെക് ഓഫ് 10,2. നെക്സ്റ്റ് DA ഏതാ? ഏത് ടൈപ്പാണ് വേണ്ടി? DA ഡെക് ആണ്. ഡെക് 10,2. നെക്സ്റ്റ് വൺ ലാസ്റ്റ് വൺ GPay, ഗ്രോസ് പേ. GP എന്ന് എഴുതി ടൈപ്പ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഡെക് 10,2. യെസ്, ഇററാണ്. ഇവിടെ ഇറർ എന്തുകൊണ്ട് വന്നു? ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ഞാൻ കൽപ്പിച്ചുകൊണ്ടിട്ടതാണ്. ആദ്യം ഞാൻ എന്ത് ചെയ്ത് ഈ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട് അല്ലെ? ഇത് ഡെസിമലിന്റെ ബ്രാക്കറ്റ് ഇട്ടിട്ടുള്ളൂ. ഇനി ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ല. അപ്പൊ അതൊന്ന് ക്ലോസ് ചെയ്യണം. എങ്ങനെ ചെയ്യാം നോക്കാം. തലക്കുന്നത് അല്ലെ? ഫസ്റ്റ് മുതൽ തന്നെ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. എന്നാ പിടിച്ചോ. യെസ്, ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി. ഇനി ഏതാ? ബാക്കോട്ട് അടിക്കാം. യെസ്, എംപ്ലോയി കോഡ്സ്. ഫസ്റ്റ് നെയിം ഒന്ന് ക്ലിയർ ചെയ്യല്ലേ? വേണമെങ്കിൽ നെയിം ഒന്ന് ക്ലിയർ ചെയ്യാം. എന്നാ പിടിച്ചോ. നെയിം NAME. എന്നാ പിടിച്ചോ. എവിടെ? യെസ്, നെയിം ക്ലിയർ ചെയ്തു. ദെൻ നെയിം ആയി. ഇനി ഡിപ്പാർട്ട്മെന്റ് ഡെസിഗ്നേഷൻ അല്ലേ? ഡെസിഗ്നേഷൻ അവിടെ ഡെസിഗ്നേഷൻ ആയി. ഡിപ്പാർട്ട്മെന്റ് എവിടെ? ഡിപ്പാർട്ട്മെന്റ് ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ബേസിക് സാലറി. ബേസിക് BA ബേസിക് ഓക്കെ. ദെൻ DA. ലാസ്റ്റ് വൺ ഈസ് ഏതാ? ലാസ്റ്റ് വൺ യെസ് GP. വീണ്ടും ഞാൻ എൻട്രി ചെയ്താൽ കുടുങ്ങിപ്പോവും. സോ ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ ഒരു എക്സ്ട്രാ ബ്രാക്കറ്റ് കൂടി പ്ലേസ് ചെയ്യാം. കൊറീസ് ഓക്കെ. ടേബിളായി മക്കളെ. ടേബിൾ ഒന്ന് വിസിറ്റ് ചെയ്യാം, അല്ല വ്യൂ ചെയ്യണം. യെസ്, ടേബിൾ എംപ്ലോയി ആണ്. ടേബിളായി. ഇനി ഇതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ എങ്ങനെ? ഇൻസേർട്ട് ഇൻ ടു ഏതാ? ടേബിളിന്റെ നെയിം എന്താ? ഇൻസേർട്ട് ഇൻ ടു എംപ്ലോയി ആണ്. ഇൻസേർട്ട് ഇൻ ടു എംപ്ലോയി. വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാല്യൂസ്
വാല്യൂസ് എല്ലാ വാല്യൂസും കൊടുക്കണം. പക്ഷെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. എന്താ പറഞ്ഞത്? എക്സെപ്റ്റ് ദ കോളം ഗ്രോസ് പേ ആൻഡ് ഡി എ. ഗ്രോസ് പേയും ഡി എയിലും വാല്യൂസ് ഇൻസേർട്ട് ചെയ്യരുത്. എന്നാ പിടിച്ചോ, എന്താ വാല്യൂസ്? എംപ്ലോയി കോഡ് ഒരു 1001 കൊടുത്തു. എംപ്ലോയിന്റെ വിവാദമില്ലാത്ത നെയിം എ. ഡെസിഗ്നേഷൻ അല്ലെ, ഡെസിഗ്നേഷൻ എന്താ കൊടുക്കാം? നമുക്ക് എന്തെങ്കിലും ട്രെയിനി, മാനേജർ എന്തെങ്കിലും ഒന്ന് നെയിം കൊടുക്കാം. അപ്പൊ ഞാൻ ട്രെയിനി എന്ന് കൊടുത്തു, ട്രെയിനി കോമ. ഇനി എന്താ വേണ്ടത്? ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാ? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് ഏതാ ഡിപ്പാർട്ട്മെന്റ്? പർച്ചേസ്, സെയിൽസ്, HR ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്ക് വാല്യൂസിലും എന്ത് കൊടുക്കണം? ആ രീതിയിൽ എലമെന്റ് കൊടുക്കണം, അതർവൈസ് ഔട്ട്പുട്ട് ഉണ്ടാവില്ല എന്നുള്ളൂ. പർച്ചേസ്, പർച്ചേസ് ആയി. പർച്ചേസിന് ഇനി എന്താ വേണ്ടി? ബേസിക് സാലറി. പർച്ചേസ് ട്രെയിനിക്ക് ഒരു 10,000 വാല്യൂസ് കൊടുക്കാം, കോമ. ഇനി വാല്യൂസ് ഇല്ല, സോ നൾ നൾ, 2 വാല്യൂസ് എൻ്റർ ചെയ്തു, കുറി ഓക്കെ. നെക്സ്റ്റ് എലമെന്റ്സ്. നെക്സ്റ്റ് എലമെന്റ് എന്താ? നെക്സ്റ്റ് എംപ്ലോയി നമ്പർ 1002. വാല്യൂ ഒരു ബി കൊടുക്കാം അല്ലെ, ബി. ട്രെയിനി ആണോ? ട്രെയിനിയോ വേറെ എന്തെങ്കിലും? ഇപ്പൊ മാനേജർ എവിടെ? പർച്ചേസിലുള്ള മാനേജർ അല്ല, നമുക്ക് സെയിൽസിലുള്ള ആക്കാം. സെയിൽസുള്ള മാനേജർ, ആൾക്ക് സാലറി ഒരു 30,000. എന്തെങ്കിലും ഒരു വാല്യൂസ് സെറ്റ് ചെയ്ത് വെക്കാം. യെസ്. നെക്സ്റ്റ് വൺ 1003 ആക്കാം. 1003 വാല്യൂ സി ആണ്, മാനേജർ ആണ്, പക്ഷെ ആള് പർച്ചേസിലാണ്. ടൈപ്പ് ചെയ്യാനുള്ള എളുപ്പത്തിനാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പർച്ചേസ്, ദെൻ വാല്യൂ ഒരു 15,000. കുറി ഓക്കെ. നെക്സ്റ്റ് 1004, ഒരു 1004 കൊടുക്കാം. വാല്യൂ ഡി ആണ്. മാനേജർ അല്ല, ഇനി എന്താ? സൂപ്പർവൈസർ കൊടുക്കാം. സൂപ്പർവൈസർ അല്ലെ, സൂപ്പർവൈസർ. ഇനി എന്താ? ആള് പർച്ചേസ് HR ആയിക്കോട്ടെ. HR ഡിപ്പാർട്ട്മെന്റ് HR ആവുമ്പോൾ ഒരു 25,000. നെക്സ്റ്റ് ലാസ്റ്റ് 1000. ഇനി എത്ര വാല്യൂസ് എൻ്റർ ചെയ്യാം കേട്ടോ? എത്ര വാല്യൂസ് എൻ്റർ ചെയ്യാം? 1005. ആളുടെ പേര് ഈ സൂപ്പർവൈസറോ വേറെ എന്തെങ്കിലും ട്രെയിനിയോ എന്തെങ്കിലും. ഇപ്പൊ സൂപ്പർവൈസർ HR ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു 35,000. സോറി, വേറെ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും വാല്യൂ മാനേജർ 35. ഇങ്ങനെ വാല്യൂസ് കൊടുത്തു. ഇപ്പൊ 5 വാല്യൂസ് ഇൻസേർട്ട് ചെയ്തു. ആ വാല്യൂസ് കംപ്ലീറ്റ് കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി. ടാസ്ക് ഈസ് ഓവർ. മക്കളെ ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? യെസ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി വാല്യൂസ് എൻ്റർ ചെയ്യണം. എന്താടാ? ഇനി നമ്മുടെ വാല്യൂസ് എൻ്റർ ചെയ്യണം. ഇനി വാല്യൂസ് എൻ്റർ ചെയ്യണം. ആ വാല്യൂസ് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാടാ? യെസ്, അപ്ഡേറ്റ് ദ DA വിത്ത് 75% ഓഫ് ബേസിക്. എന്താടാ? അപ്ഡേറ്റ് ദ DA വിത്ത് 75% ഓഫ് അല്ലെ ബേസിക്. ബേസിക്കിന്റെ 75% വേണം ആർക്ക്? DAക്ക് വേണ്ടത് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? അപ്ഡേറ്റ് ആരെ? ടേബിൾ ഏതാ? എംപ്ലോയി. അപ്ഡേറ്റ് എംപ്ലോയി. എന്ത് ചെയ്യണം? സെറ്റ് DA ഈക്വൽ ടു, DA എന്തായി മാറണം? ബേസിക്കിന്റെ 75% വേണം. DA ഈക്വൽ ടു ബേസിക്കിന്റെ 75%. അങ്ങനെ ഇതാ. എന്താണോ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ചിലപ്പം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 24% എന്നൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്താണോ തന്നത് അതിനനുസരിച്ച് ഞാനിപ്പോൾ കൊടുക്കുന്നത് DA ഈക്വൽ ടു ബേസിക്കിന്റെ 75% ആണ്. ക്വസ്റ്റ്യനിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ നിങ്ങളുടെ ചെറിയ മോഡിഫിക്കേഷൻ ഉണ്ടാവും. യെസ്, കുറി അപ്ഡേറ്റ് ചെയ്തു. ഇതൊന്ന് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ദടാ പിടിച്ചോ, ദ വാല്യൂസ് മാറി. ഇതുവരെ DL ഒന്നും ഇല്ലായിരുന്നു, ഇപ്പൊ DL വാല്യൂസ് വന്നു. ഇനി ചെയ്യേണ്ട ടാസ്ക് എന്താ? ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി ഇൻ പർച്ചേസ്, സെയിൽസ്, HR. ഈ 3 ഡിപ്പാർട്ട്മെന്റുള്ള വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യണം. അത് തന്നെയുള്ളൂ നമ്മളെ ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി. വേർ ഇനി എന്താ ചെയ്യേണ്ടത്? ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ആവണം, സെയിൽസ് ആവണം, HR ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ വന്നാൽ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ഞാൻ എഴുതിയത്. DEPT എന്നാണ്. ഡിപ്പാർട്ട്മെന്റ് ഇൻ ഒരു പുതിയ ടേമാണ്. ഇൻ എന്തൊക്കെ ആവണം? പർച്ചേസ് ആവാം. പർച്ചേസ്, ഇനി ഏതാ? പർച്ചേസിലാവാം. പിന്നെ ഏതാ? പർച്ചേസ് ആവാം, സെയിൽസ് ആവാം. സെയിൽസ് സിംഗിൾ കോട്ട് വേണം. സെയിൽസ് ആവാം. പിന്നെ ഏതാ? HR, HR. ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം.
അതേ ടേബിളാണ്. കാരണം ഞാൻ കൊടുത്ത ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് എന്താ പർച്ചേസും സെയിൽസും HR തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ടേബിൾ തന്നെ ആയിരിക്കും വരിക കേട്ടോ. സോ ലാസ്റ്റ് വൺ, അപ്ഡേറ്റ് ദ ഗ്രോസ് പേ. ഗ്രോസ് പേ വേണം. സം ഓഫ് ബേസിക് ആൻഡ് DA. എന്താ സം ഓഫ് ബേസിക് ആൻഡ് DA. ഇപ്പൊ ഇതിന്റെ ടേബിളിൽ ഇതാ കംപ്ലീറ്റ് GP ബ്ലാങ്ക് ആണ്. അപ്പൊ GPയിൽ എന്ത് വരണം? ബേസിക്കും DAയും ആഡ് ചെയ്യണം. സോ അപ്ഡേറ്റ് ഏതാ എംപ്ലോയിനെ അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെ? സെച്ച് ഏതാ GP ഈക്വൽ ടു ഏതൊക്കെ ആഡ് ചെയ്യണം? ബേസിക് പ്ലസ് DA. തീർന്നു. നമുക്ക് കംപ്ലീറ്റ് ഒന്ന് വ്യൂ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പൊ ഗ്രോസ് പേയുമായി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി വിത്ത് ഗ്രോസ് പേ ബിലോ 10,000. ബിലോ 10,000 ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? പക്ഷെ എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ഡിപ്പാർട്ട്മെന്റ് വേർ GP ലെസ് ദാൻ 10,000. യെസ്, ഒരാളില്ല. സോ empty സെറ്റ്. ഇനി ബിലോ 20,000 ആണെങ്കിലോ? ബിലോ 20,000. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വാല്യൂസ് മാറ്റം വരുത്തി നോക്കാം. അന്നേരം 20,000 കുറവുള്ളവര് ആര് മാത്രം? 70,500 ഉള്ള എന്നുള്ള ട്രെയിനി അല്ലേ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടോപ്പിക് നമ്പർ 2 അല്ല, ഏതാ നമ്മുടെ ക്വസ്റ്റ്യൻ. SQLന്റെ സെക്കൻഡ് പ്രോഗ്രാം ഈസ് ഓവർ. റെഡി അല്ലടാ? പക്കല്ലേ? സെറ്റ് അല്ലേ? സോ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ യെസ് മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സ്റ്റോക്ക് ആണ്. എന്താ ക്വസ്റ്റ്യൻ? ക്രിയേറ്റ് എ ടേബിൾ സ്റ്റോക്ക് വിച്ച് സ്റ്റോർ ദ ഡെയിലി ഐറ്റംസ്. ഐറ്റം കോഡ്, ഐറ്റം നെയിം, മാനുഫാക്ചർ, ക്വാണ്ടിറ്റി, യൂണിറ്റ് പ്രൈസ്. അതിന്റെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. എന്താ ചെയ്യാം? ഫസ്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? ഫസ്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം? MySQL അല്ലേ? ക്രിയേറ്റ് ടേബിൾ. ഏതാ ടേബിൾ? സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക്. ഇനി എന്താ ചെയ്യാം? യെസ് അല്ലെ? ഐറ്റം കോഡ് വേണം. അപ്പൊ എങ്ങനെ എഴുതാം? ഐറ്റം കോഡ്സ് ഇന്റ് ആണ് പ്രൈമറി കീ, കോമ. ഐറ്റം നെയിം വേണം. സോ ഐറ്റം നെയിം varchar of 20, കോമ. മാനുഫാക്ചർ കമ്പനി വേണം. മാനുഫാക്ചർ varchar of 25 നടക്കില്ല. സോ 20 ഇടാം. വലിയ കമ്പനികളൊക്കെ ആയിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് ക്വാണ്ടിറ്റി. എത്ര എലമെന്റ് ഉണ്ട്? ക്വാണ്ടിറ്റി ഇൻഡിജർ ആണ്. നെക്സ്റ്റ് യൂണിറ്റ് പ്രൈസ് ഡെസിമൽ ഡെക്ക് 10,2. ഡെസിമൽ എന്ന് എഴുതാം. ഡെക്ക് ബ്രാക്കറ്റ് ക്ലോസ്. അപ്പൊ കോരി ഓക്കെ. ടേബിൾ ഒന്ന് വ്യൂ ചെയ്യണമെങ്കിൽ ഡെസ്ക് സ്റ്റോക്ക്. അപ്പൊ ടേബിളായി. ഇനി ഇതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനുള്ള കമന്റ് എന്താടാ? നേരത്തെ ഒക്കെ പഠിച്ചതാണ്. യെസ്, ഇൻസേർട്ട് ഇൻ ടു സ്റ്റോക്കിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. വാല്യൂസ് എന്തൊക്കെ വേണം? ഐറ്റം കോഡ് വേണം. ഏതെങ്കിലും കോഡ് ഇടാം. 1. ഏതാ എലമെന്റ്? ഏതാ? ഇപ്പൊ നമ്മൾ TV ആണെങ്കിൽ TV, എന്തെങ്കിലും സാധനം ടിവിന്റെ കമ്പനി, ഏതെങ്കിലും കമ്പനിന്റെ നെയിം എഴുതാം അല്ലെ? ഐറ്റം നെയിം, മാനുഫാക്ചർ കോഡ്സ് അല്ലെ? LG ആണെങ്കിൽ LG. ദെൻ വേണ്ടത് എത്ര എലമെന്റ്സ് ഉണ്ട്? ഇപ്പോൾ 20 എലമെന്റ്സ്. ക്യാഷ് എത്ര? യൂണിറ്റ് പ്രൈസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വാല്യൂസും കൊടുക്കണം. സോ ഒരു വാല്യൂസ് കൊടുക്കാം. 12,000. യെസ്, റെഡി അല്ലേ? അപ്പം വാല്യൂസ് ഓക്കെ. അപ്പൊ ഫസ്റ്റ് എലമെന്റ് ആയി. ദെൻ സെക്കൻഡ് എലമെന്റ് ഇപ്പൊ 2 കൊടുക്കാം. അതും TV ആണ്. വേറെ ഏതെങ്കിലും, ഇപ്പൊ സാംസങ്ങിന്റെ TV ആയിക്കോട്ടെ. സാംസങ് ഒരു പ്രൊഡക്റ്റ് ഒരു 10, വാല്യൂ ഒരു 22,000. നെക്സ്റ്റ് വൺ ഈസ്, ഇനി എന്താ വേണ്ടത്? വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെയ്താം. 3 മൊബൈൽ ആയിക്കോട്ടെ. മൊബൈൽ സാംസങ്ങിന്റെ മൊബൈൽ ആയിക്കോട്ടെ. ഒരു അറൗണ്ട് ഒരു 7 പ്രൊഡക്ട്സേ ഉള്ളൂ. എന്തെങ്കിലും വാല്യൂസ് ഇട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ സെറ്റ് ചെയ്യാൻ. ഒരു 55,000 മൊബൈലാണ്. ദെൻ ഫോർത്ത് പ്രൊഡക്റ്റ് നമുക്ക് എന്താ? ഇപ്പൊ ഒരു വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആടാ. ഇപ്പൊ ഫ്രിഡ്ജ് ഏതാ? ഏതെങ്കിലും കമ്പനി. ഇപ്പൊ ഗോദ്രേജ്
ഒരു പ്രൊഡക്റ്റ് ഒരു 10 അല്ലെ 50 എലമെന്റ്സ് എമൗണ്ട് ഒരു 70,000. ലാസ്റ്റ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എവിടെ ഇൻസേർട്ടിങ് ടു 5 ഏതാ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്താ വാഷിംഗ് മെഷീൻ. വേറെ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചുണ്ടോ? ഇല്ല. വാഷിംഗ് മെഷീൻ സോറി 5 അല്ലേ 5 ഫ്രിഡ്ജ് വേണ്ട വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ആണ്. ഇനി എന്താ കമ്പനി ഗോദ്രേജ് തന്നെ ഇടാം. ദെൻ പ്രൊഡക്റ്റ് ഒരു 10 വാല്യൂ ആകെ ഒരു 9,000. യെസ് ഇത്രയായി ഒരു 5 എലമെന്റ്സ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റോക്ക് ടാബിൾ കംപ്ലീറ്റ് ഡിസ്പ്ലേ ആയിട്ടുണ്ടാവും. ഇതാ ടാബിളായി. അപ്പൊ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ആയി. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്പ്ലേ ഐറ്റം നെയിം വിത്ത് സ്റ്റോക്ക് 0. സ്റ്റോക്ക് 0 ഉള്ള ഏതെങ്കിലും എലമെന്റ് ഉണ്ടോ? ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പക്ഷെ നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന കോഡ് എങ്ങനെ? സെലക്ട് സ്റ്റാർ അല്ലെ നമ്മുടെ കോഡ് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റോക്ക് വേർ എന്തായിരിക്കണം? സ്റ്റോക്ക് ഈക്വൽ ടു അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഈക്വൽ ടു സ്റ്റോക്ക് 0 എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റി 0 ആണ്. ക്വാണ്ടിറ്റി ഈക്വൽ ടു 0. ഒരൊറ്റ ആളില്ല. empty set. First question is over. Second question, display number of items manufactured by same manufacturer. ഒരേ കമ്പനിയുടെ അല്ലെങ്കിൽ ഒരേ മാനുഫാക്ചർ പ്രൊഡക്ട്സ് എത്ര ഉണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ അതെന്താ? സെലക്ട് ആണ്. സെലക്ട് സ്റ്റാർ അല്ല, പകരം എന്താ? സെലക്ട് മാനുഫാക്ചർ കമ്പനിയാണ് അല്ലെ. മാനുഫാക്ചറും വേണം കോമ മാനുഫാക്ചറും വേണം. അതേപോലെ അതിന്റെ കൗണ്ടും വേണം. കൗണ്ട്സ് ഐറ്റം കോഡ്സ് അല്ലെ. ഐറ്റം കോഡ്സ്. അപ്പൊ ആ ഒരു കമ്പനിയുടെ എത്ര എലമെന്റ്സ് ഉണ്ട് ഫ്രം സ്റ്റോക്ക് എങ്ങനെ ആയിരിക്കണം? എന്തടിസ്ഥാനത്തിലായിരിക്കണം? ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ്. ഒരേ സാംസങ് അതിന്റെ എത്ര ഉണ്ട്? പിന്നെ ഗോദ്രേജ് അതിന്റെ എത്ര ഉണ്ട്? നമുക്ക് നോക്കി നോക്കാം. ഫ്രം സ്റ്റോക്ക് ഗ്രൂപ്പ് ബൈ ഒരു പുതിയ ടേമാണ്. ഗ്രൂപ്പ് ബൈ എന്തടിസ്ഥാനത്തിലാണ്? മാനുഫാക്ചർ അനുസരിച്ചാണ്. മാനുഫാക്ചർ. എൽ ജിന്റെ ഒരു പ്രൊഡക്റ്റ്, സാംസങ്ങിന്റെ 2 പ്രൊഡക്റ്റ്, ഗോദ്രേജിന്റെ 2 പ്രൊഡക്റ്റ്. മക്കളെ ഇങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ 5 മാനുഫാക്ചറും ഡിഫറെന്റ് എലമെന്റ്സ് ആയാൽ നമുക്കൊന്നും കിട്ടൂല. 1 കിട്ടുള്ളൂ. മറിച്ച് ഒരേ പ്രൊഡക്റ്റ് ഇപ്പം സാംസങ്ങിന്റെ 2 പ്രൊഡക്റ്റ് ഞാൻ കൊടുത്തോണ്ടാണ് ഇവിടെ 2 വന്നത്. സോ അത് സെറ്റായി. ബി ക്വസ്റ്റ്യൻ ഓക്കെ. ഡിസ്പ്ലേ ദ ഹൈയസ്റ്റ് പ്രൈസ് ആൻഡ് ലോവസ്റ്റ് പ്രൈസ് ഇൻ ദ സ്റ്റോക്ക്. ഏറ്റവും മാക്സിമം വാല്യൂ മിനിമം വാല്യൂ വേണം. ഒരു പുതിയ ഇൻഫർമേഷൻ കൂടി. ഇപ്പൊ ഇതില് മാനുഫാക്ചർ കൗണ്ട് ഐറ്റം കോഡ് എന്നല്ലേ. ഇങ്ങനെ കൗണ്ട് ഐറ്റം കോഡ് ഒരു കാണാൻ ലുക്കില്ല. ഇങ്ങനെ വെറും നമ്പർ ഓഫ് എലമെന്റ്സ് നമ്പേഴ്സ് മാത്രം മതി, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് മതി. നമ്പർ ഓഫ് പ്രൊഡക്ട്സ് വരണം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ആസ് എന്നുള്ള കമന്റ് കൊടുക്കും. എന്താ ആസ്? ഇപ്പൊ കൗണ്ട് മാത്രം കൊടുത്തു. ആസ് കൗണ്ട്, സോറി കൗണ്ട് ഓൾറെഡി ഉള്ള കീവേഡ് ആയതുകൊണ്ട് കൗണ്ട് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ കൗണ്ട്സ്. ഇതൊക്കെ കണ്ടോ? കൗണ്ട് മാനുഫാക്ചർ കൗണ്ട്. അടാ ഇതേ സെയിം കോഡ് തന്നെ. ഇവിടെ മാനുഫാക്ചർ തന്നെ, ഇവിടെ മാനുഫാക്ചർ ആണ്. ഇവിടെ കൗണ്ട് ഐറ്റം കോഡിന് പകരം കൗണ്ട് എന്ന് മാത്രം വരണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇപ്പൊ ജസീം എന്ന് വരണമെങ്കിൽ ആസ് ജസീം എന്നുള്ള കൊടുത്താൽ മതി. ടോപ്പിക് സോൾവ്. റെഡി? ഇനി എനിക്ക് വേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാക്സിമം വാല്യൂ മിനിമം വാല്യൂ വേണം. അപ്പൊ എങ്ങനെ ചെയ്യാം? സെലക്ട് മാക്സ് ഓഫ് എന്താ? ക്വാണ്ടിറ്റി ആണ്. അപ്പൊ മാക്സ് ഓഫ് ക്വാണ്ടിറ്റി കോമ മിനിമം ഓഫ് ക്വാണ്ടിറ്റി. കണ്ടോ? മിനിമം ഓഫ് ഫ്രം സ്റ്റോക്ക്. കണ്ടോ? മാക്സിമം ക്വാണ്ടിറ്റി 20 ആണ്, മിനിമം ക്വാണ്ടിറ്റി 7. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ച എലമെന്റ് തന്നെ ഞാൻ ചോദിക്കാണ്. മാക്സ് ക്വാണ്ടിറ്റി എന്നുള്ള വാക്കിന് പകരം മാക്സിമം എന്ന് വരണം. മാക്സിമം എന്ന് വരണമെങ്കിൽ എന്താ ചെയ്യാം? ആസ് മാക്സിമം. ഇവിടെ എന്ത് ചെയ്യാം? ആസ് മിനിമം. ഇങ്ങനെ കൊടുത്താൽ മാക്സിമം മിനിമം നെയിം മാറും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻക്രീസ് ദ യൂണിറ്റ് പ്രൈസ് ഓഫ് ഓൾ ഐറ്റംസ് ബൈ 10%. പ്രൈസ് ഒന്ന് 10% കൂട്ടണം. എന്ത് ചെയ്യാം? അപ്ഡേറ്റ്. എന്താ അപ്ഡേറ്റ്? ആര് അപ്ഡേറ്റ് ചെയ്യണം? സ്റ്റോക്കിന്. എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്? സെറ്റ്. എത്ര ആയിട്ടാ സെറ്റ് ചെയ്യേണ്ടത്? സെറ്റ്. എന്താ ചെയ്യാം? കുടുങ്ങി. സെറ്റ് എന്താ ചെയ്യാ? യൂണിറ്റ് പ്രൈസ് കൂടണം അല്ലെ. സോ യൂണിറ്റ് പ്രൈസ് ലാസ്റ്റ് വാല്യൂ എന്താണ്? യൂണിറ്റ് പ്രൈസ് തന്നെയാണോ?
ഞാൻ കൊടുത്തത് പ്രൈസ് എന്നാണ്, യൂണിറ്റ് പ്രൈസ് ഈക്വൽ ടു അല്ലേ, എത്ര കൂടണ്ട് 10% ആണ്. സോ യൂണിറ്റ് പ്രൈസ് ഇപ്പോഴുള്ള യൂണിറ്റ് പ്രൈസ് ഇൻറ്റു പ്ലസ് അല്ലേ, പ്ലസ് യൂണിറ്റ് പ്രൈസിൽ നിന്ന് 10% ഇൻറ്റു 10/100 ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ 110 അല്ലേ, 110%. യെസ്, കുറെ എഫക്ട് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ ചെയ്യാനുള്ള കമന്റ് ഇതാ, പ്രൈസ് കൂടി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ നെക്സ്റ്റ് എക്സ്പെരിമെന്റ്, ദാറ്റ് ഈസ് സ്റ്റോക്ക്. മക്കളെ സെറ്റ് അല്ലടാ? യെസ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ലാബിൽ വരിക. അപ്പം ഞാൻ ഡിസ്കസ് ചെയ്ത 3 ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ആക്കിയല്ലേ, റെഡി അല്ലടാ? ഓക്കെ, താങ്ക് യു സോ മച്ച്.